ഹായ് എവരിവൺ, KS മെന്റർ വീക്ക്ലി കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്നും ഞാൻ കുറച്ച് കറണ്ട് അഫയേഴ്സ് ഫാക്ട്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർച്ച് 8 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഇപ്പൊ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഒക്കെ കേട്ട് ബോറടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണോ? ബോറടിക്കരുത്. കാരണം നമ്മൾ ഒരു മാസം ഏകദേശം ഒരു 4 വീഡിയോ കറണ്ട് അഫയേഴ്സിന്റെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 4 വീഡിയോയിലായിട്ട് ഒരു വീഡിയോയിൽ ഒരു ക്ലാസ്സിൽ ഏകദേശം ഒരു 10-12 ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 40-ന് മുകളിൽ ടോപ്പിക്സ് ആണ് കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്നും നിങ്ങൾ പഠിച്ചു വരുന്നത്, അല്ലെ? അപ്പം അതുകൊണ്ട് ഒരിക്കലും ബോറടിക്കരുത്. കാരണം കറണ്ട് അഫയേഴ്സ് ഏരിയയിൽ നിന്നും അത്രയും കാര്യങ്ങൾ നിങ്ങൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അത് നിങ്ങളുടെ മാർക്കിൽ അത് തീർച്ചയായിട്ടും റിഫ്ലക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായി തന്നെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ കേട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചു പോവുക. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് വരാം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. അതായത് എക്സസൈസ് ധർമ്മ ഗാർഡിയൻ സി ഡിഫൻഡേഴ്സ് 2024 മീസിൽസ് ആൻഡ് റുബല്ലിയ ചാമ്പ്യൻ അവാർഡ്, അതുപോലെ തന്നെ സമുദ്രയാൻ മിഷൻ, മീഥെയിൻ സാറ്റ്, GA ടാക്സ് ലഭിച്ചിട്ടുണ്ട് കുറച്ച് പ്രോഡക്ട്സിന്. അതുമായി ബന്ധപ്പെട്ടൊരു ടോപ്പിക്സ് ഉണ്ട്. അതുപോലെ ഇന്റർനാഷണൽ വുമൻസ് ഡേ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അതുപോലെ തന്നെ വേൾഡ് കിഡ്നി ഡേ, ഇന്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഫോർ റിവേഴ്സ്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഈ ഒരു കറണ്ട് അഫയേഴ്സ് സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ആദ്യത്തെ ടോപ്പിക്ക് സി ഡിഫൻഡേഴ്സ് 2024. ഇതൊരു മാരിടൈം സെക്യൂരിറ്റി എക്സസൈസ് ആണ്. ആരൊക്കെ തമ്മിൽ? ഇന്ത്യയും USA-യും അമേരിക്കയും തമ്മിലുള്ള ഒരു മാരിടൈം സെക്യൂരിറ്റി എക്സസൈസ് ആണ്. ഇത് നമ്മുടെ ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയറിൽ വെച്ചിട്ടാണ് ഈ ഒരു എക്സസൈസ് കണ്ടക്ട് ചെയ്തത്. പിന്നെ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എക്സസൈസ് ധർമ്മ ഗാർഡിയൻ ആണ്. ഓക്കെ, ഇത് ഈ ഇൻഡോ ജപ്പാൻ തമ്മിലുള്ള ഒരു മിലിറ്ററി എക്സസൈസ് ആണ്. അതിന്റെ 5ാമത്തെ എഡിഷൻ ആണ് രാജസ്ഥാനിൽ വെച്ചിട്ട് ഇപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൊതുവെ ഈ എക്സസൈസ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നടക്കുന്നത്? രാജ്യങ്ങൾ തമ്മിലുള്ള സെക്യൂരിറ്റി കോപ്പറേഷൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊതുവെ ഈ എക്സസൈസ് എല്ലാം നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് പ്രധാനമായി നോട്ട് ചെയ്യേണ്ടത് ഓരോ എക്സസൈസിന്റെ നെയിം, അത് എന്ത് തരമാണ്, അത് നേവൽ ആണോ, അതുപോലെ തന്നെ മാരിടൈം ആണോ, എയർഫോഴ്സിന്റെ ആണോ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് എന്നുള്ളതും നോട്ട് ചെയ്യുക. ഓക്കെ, അത് നേവൽ ഫോഴ്സിന്റെ ആണോ, എയർഫോഴ്സിന്റെ ആണോ, അഥവാ മാരിടൈം എക്സസൈസ് ആണോ എന്നുള്ളത് കൃത്യമായി നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഈ ഒരു എക്സസൈസ് നടക്കുന്നതെന്നും നോട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത മീസൽസ് ആൻഡ് റുബല്ല ചാമ്പ്യൻ അവാർഡ്. ഇപ്പൊ ഇന്ത്യക്ക് ഈ ഒരു അവാർഡ് കിട്ടുവാൻ കാരണം ഈ മീസൽസ് ആൻഡ് റുബല്ല ഡിസീസിന്റെ പ്രിവെൻഷനെതിരെയുള്ള ഇനിഷ്യേറ്റീവ്സിനാണ്, അതിന്റെ ഒരു പ്രവർത്തനത്തിനാണ് ഇന്ത്യക്ക് ഈ ഒരു അവാർഡ് ഇപ്പം ലഭിച്ചത്. ഓക്കെ, ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ഹെൽത്ത് ആൻഡ് ഫാമിലി, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർസിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? മീസൽസ് ആൻഡ് റുബല്ല പാർട്ട്ണർഷിപ്പിന് ആ ഒരു അതായത് റുബല്ല അതുപോലെ തന്നെ മീസൽസിനെ തടയുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് കൊണ്ടുവന്നതാണ് മീസൽസ് ആൻഡ് റുബല്ല പാർട്ട്ണർഷിപ്പ്. ആ ഒരു ഇനിഷ്യേറ്റീവിനാണ് ഇപ്പോൾ ഈ ഒരു അവാർഡ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. എന്താണ് ഈ മീസൽസ്? 5ാം പനി. അതുപോലെ ഈ റുബല്ല എന്ന് പറയുന്ന ഒരുതരം 5ാം പനി തന്നെയാണ്. ഈ റുബല്ല എന്ന് പറയുന്ന ജർമ്മൻ മീസൽസ് എന്നും റുബല്ലയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ തടയുക? അതായത് വാക്സിനേഷനിലൂടെയാണ് ഇതിനെ തടയാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിന് ആ ഒരു വാക്സിനേഷൻ സ്ട്രാറ്റജി, അതിന് പറയുന്ന പേരാണ് മീസൽസ് ആസ് എ ട്രേസർ. ഓക്കെ, മീസൽസ് ആസ് എ ട്രേസർ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഇനിഷ്യേറ്റീവിന് ഫോക്കസ് കൊടുത്ത് അതിന്റെ ആ ഒരു പ്രവർത്തികൾ എൻഹാൻസ് ചെയ്തതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു അവാർഡ് ഇപ്പൊ ലഭിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു മീസൽസ് ആൻഡ് റുബല്ല പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ആണ്. ഓക്കെ, ഇനി നമുക്ക് മീസൽസ് ആൻഡ് റുബല്ല പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് നോക്കാം. ഇതൊരു ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ആണ്. ഈ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടുള്ള എന്റിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതായത് അമേരിക്കൻ റെഡ് ക്രോസ് ബിൽ മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ അലയൻസ് ഫോർ വാക്സിൻസ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ ഉണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ, യുണൈറ്റഡ് നേഷൻസ് ഫൗണ്ടേഷൻ, അതുപോലെ യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇത്രയും എന്റിറ്റീസ് എന്താണ് ഈ ഒരു മീസൽസ് ആൻഡ് റുബല്ല പാർട്ട്ണർഷിപ്പിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ മീസൽസിനെ കുറിച്ചും റുബല്ലയെ കുറിച്ചും നോക്കുകയാണെങ്കിൽ വളരെയധികം ഹൈലി കണ്ടാജിയസ് ഡിസീസ് ആണ്. ഓക്കെ, അതായത് ഒരു
പകർച്ചവ്യാധിയാണ് അല്ലേ, അതായത് വൈറസ് മൂലമാണ് ഇതുണ്ടാവുന്നത്. അതായത് ഈ മീസിൽസ് വന്നിട്ടുള്ള ആൾക്കാർ തുമ്മുക, ചുമയ്ക്കുക തുടങ്ങിയവയിലൂടെയാണ് അടുത്തൊരാൾക്ക് ഇത് പകരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടേജിയസ് ഡിസീസ് ആണ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഇതിന്റെ ആ ഒരു മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാൻ എന്താണ്, വാക്സിനേഷൻ മാത്രമാണ് ഒരു പ്രതിവിധി. ഓക്കെ, ഒരു വാക്സിനേഷൻ കൊടുത്ത് ഇമ്മ്യൂണൈസേഷൻ കൂട്ടുക എന്നതാണ്. അപ്പോൾ 2017 മുതൽ എന്താണ് ഈ ഒരു ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം പിന്നെ യൂണിവേഴ്സലി നടത്തി വരുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു മീസൽസ് ആൻഡ് റുബെല്ലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. കാരണം ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് കൂടെയാണ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ, സമുദ്രയാൻ മിഷൻ. ഓക്കെ, ഈ ഒരു മിഷൻ ഇപ്പോൾ അനൗൺസ് ചെയ്തേക്കുന്ന മിനിസ്ട്രി ഓഫ് എർത്ത് ആൻഡ് സയൻസ് ആണ്. അതായത് കടലിന്റെ അടിയിൽ പോയി പര്യവേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മിഷൻ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ, 2025 ഈ ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. അതായത് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇതിന്റെ ഫണ്ട് 100% പ്രൊവൈഡ് ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് എർത്ത് ആൻഡ് സയൻസിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പം എന്താണ് ഈ സമുദ്രയാൻ മിഷന്റെ ആ ഒരു പേര് എന്താണ്? അതായത് മത്സ്യ 6000 ഇതാണ് ഇതിന്റെ പേരെന്ന് പറയുന്നത്. ഇതൊരു മാൻഡ് മിഷൻ ആണ്. അതായത് മനുഷ്യരെ ഉപയോഗിച്ച് സമുദ്രത്തിന്റെ അടിത്തട്ടി പോയിട്ട് പര്യവേഷണം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ് എന്നുള്ളത് ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതെന്താണ്, സെൽഫ് പ്രൊഫൈൽഡ് മാൻഡ് മിഷൻ ആണ്. അതായത് ഇതിനെ സ്വയം ഓടിച്ചു പോകാനുള്ള ഒരു കഴിവ് ഈ ഒരു മിഷനുണ്ട്. അതുപോലെ തന്നെ 3 ഹ്യൂമൻസിനെയാണ് ഇത് പിന്നെ ക്യാരി ചെയ്യുന്നത്. ഏകദേശം സമുദ്രത്തിന്റെ 6000 മീറ്റേഴ്സ് ഡെപ്തിലോട്ട് പോയിട്ടാണ് ഈ ഒരു മിഷൻ സമുദ്ര പരിവേഷണം നടത്തുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് ഓർത്ത് വെക്കുക. അത് മാത്രമല്ല ഡീപ്പ് ഓഷ്യൻ മിഷന്റെ ഭാഗമാണ് മിനിസ്ട്രി ഓഫ് എർത്ത് ആൻഡ് സയൻസിന്റെ അണ്ടറിൽ വരുന്ന ഡീപ്പ് ഓഷ്യൻ മിഷന്റെ ഭാഗമാണ് ഈ ഒരു മിഷൻ. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ആണ് ഈ ഒരു മിഷൻ എന്താണ് ഡെവലപ്പ് ചെയ്തത്. മത്സ്യ 6000 ആ ഒരു എക്യുപ്മെന്റ്, ആ ഒരു വാഹനം അത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ആണ്. അതുപോലെ തന്നെ ഇതിന്റെ എൻഡുറൻസ് എന്ന് പറയുന്നത് 12 hours ആണ്. ഓക്കെ, 12 hours ആണ് ഇതിന്റെ എൻഡുറൻസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല 96 hours ഓഫ് എമർജൻസി പീരീഡ് എന്ന് പറയുന്നത് 96 hours കൂടെയാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള മിഷൻസ്, അതായത് ഇപ്പം ഈ ഒരു പേര് തന്നിട്ട്, അതായത് മത്സ്യ 6000 അത് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്ന് ചോദിച്ചേക്കാം. അതുപോലെ തന്നെ അത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ് എന്ന് ചോദിച്ചേക്കാം. അത് മാത്രമല്ല ഇത് സെൻട്രലി സ്പോൺസേർഡ് ആണോ, സെൻട്രലി 100% സെൻട്രൽ സെക്ടർ സ്കീമാണോ എന്നുള്ള കാര്യവും ചോദിച്ചേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് പഠിക്കുക. അടുത്തത് മീഥെയ്ൻ സാറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു മീഥെയ്ൻ സാറ്റ് ഇതൊരു സാറ്റലൈറ്റ് ആണ്. ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഈ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തേക്കുന്നത് സ്പേസ് എക്സ് ആണ്. സ്പേസ് എക്സ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എയറോസ്പേസ് കമ്പനിയാണ്. അത് മാത്രമല്ല ഈ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കുന്ന റോക്കറ്റ് എന്ന് പറയുന്നത് ഫാൽക്കൺ 9 റോക്കറ്റ് ആണ്. ഈ ഫാൽക്കൺ 9 റോക്കറ്റിന്റെ ഒരു പ്രത്യേകത അത് റീയൂസബിൾ റോക്കറ്റ് ആണ് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഈ മിഷനെ കുറിച്ച് കൂടുതൽ, ഈ ഒരു സാറ്റലൈറ്റിനെ കുറിച്ച് കൂടുതൽ നോക്കാനാണെങ്കിൽ ഇതൊരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. അതായത് മീഥെയ്ൻ എമിഷൻസ്, ഓക്കെ, മീഥെയ്ൻ എമിഷൻസ് കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുവഴി ക്ലൈമറ്റ് ചേഞ്ച് മൂലം ഉണ്ടാകുന്ന ഇന്റൻസിറ്റീസ് കുറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ് ഈ മീഥെയ്ൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ മൊത്തത്തിൽ മീഥെയ്ൻ എമിഷൻസ് ഏതൊക്കെ സെക്ടറിൽ നിന്നാണ് വരുന്നത്, അപ്പോൾ അത് എത്രത്തോളമാണ് നമ്മുടെ അന്തരീക്ഷത്തെ പൊല്യൂട്ടഡ് ആക്കുന്നത്, അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ച് കാര്യങ്ങൾ, അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതൊക്കെ നമ്മളിപ്പോഴും ചൂടൊക്കെ കൂടി വരുന്നൊരവസ്ഥയാണല്ലേ. സാധാരണ ചൂടാണോ? അല്ല, നല്ല രീതിയിലുള്ള ചൂടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്, നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ ഗ്ലോബൽ പൊല്യൂഷന് കാരണമാവുന്ന ഇതേപോലെ മീഥെയ്ൻ എമിഷൻസിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു മിഷനാണ്. ഇനി മീഥെയ്നെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം ഇതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് അല്ലേ. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ എന്താണ് കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏതാണ്? മീഥെയ്ൻ ഗ്യാസ് ആണ്. ഇതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന് ശേഷം അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഗ്യാസ് കൂടിയാണ് മീഥെയ്ൻ ഗ്യാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് 80 times ഈ ഒരു മീഥെയ്ൻ എന്താണ് നമ്മുടെ പ്ലാനറ്റിനെ വാർമർ ആക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 80 times ആണ് മീഥെയ്ൻ നമ്മുടെ പ്ലാനറ്റിനെ എന്താണ്
ചൂടാക്കുന്നത്, ഓക്കെ, വാർമർ ആക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എവിടെ നിന്നൊക്കെയാണ് ഈ ഒരു മീഥേൻ എമിഷൻസ് വരുന്നത് എന്നുള്ളത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് വെറ്റ്ലാൻഡ്സ്, ഫോസിൽ ഫ്യൂൽസ്, ലൈഫ് സ്റ്റോക്ക് ആൻഡ് അഗ്രികൾച്ചർ, ലാൻഡ് ഫിൽസ്, ബയോമാസ് ബേൺ ചെയ്യുമ്പോൾ എല്ലാം എന്താണ് മീഥേൻ എമിഷൻസ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഇനി ഇതുകൊണ്ടുണ്ടാവുന്ന ഒരു ദോഷം എന്താണ്? ഈ മീഥേൻ എമിഷൻസിന്റെ സമയത്ത് ഇതിനകത്തൊരു ഹൈ ടോക്സിക് ആയിട്ടൊരു കെമിക്കൽസ് ഉണ്ട്, ബെൻസീൻ എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു ബെൻസീൻ അത് ആൾക്കാർ ശ്വസിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഹെൽത്ത് എഫക്ട്സ് എന്ന് പറയുന്നത് ഹാർട്ട് ഡിസീസ് ഉണ്ടാവും, ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാവും, ആസ്മ തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്നാണ് ഹ്യൂമൻ ബീങ്സിന് വരുന്നത്. ഓക്കെ, അപ്പോൾ എത്രത്തോളം ഡേഞ്ചർ ആണെന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഈ ഒരു മീഥേൻ എമിഷൻസ് കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഗ്ലോബലി ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. അതിലൊന്നാണ് ഗ്ലോബൽ മീഥേൻ പ്ലഡ്ജ് എന്ന് പറയുന്നത്. ഏകദേശം 105 രാജ്യങ്ങളാണ് ഈ ഒരു ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടുള്ളത്. ഓക്കെ, അതായത് മീഥേൻ എമിഷൻസ് കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട്, അതായത് 2020 മുതൽ 2030 വരെ ആകുമ്പോഴത്തേക്ക് എന്താണ് ഏകദേശം 30% മീഥേൻ എമിഷൻസ് കുറയ്ക്കുക എന്നാണ് ഈ ഇനിഷ്യേറ്റീവ്സിന്റെ പ്രധാന എയിം ആയിട്ട് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതായത് നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് എന്താണ്? അതായത് പ്രധാനമായിട്ടും ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യുക. അതായത് ഈ മീഥേൻ എമിഷൻസ് കുറച്ച് ഈ ക്ലൈമറ്റ് ചേഞ്ച് മൂലം ഉണ്ടാവുന്ന ഇന്റൻസിറ്റി കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാഷണൽ സോളാർ മിഷൻ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി ഉണ്ട്. നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് ആൻഡ് അതേഴ്സ് ഉണ്ട്. ഓക്കെ, ഇത് എല്ലാം എന്താണ് നോക്കുന്നത്? ഈ ഇനിഷ്യേറ്റീവ്സ് എല്ലാം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻസ് കുറയ്ക്കുക എന്നതാണ്. ഓക്കെ, അടുത്തൊരു ടോപ്പിക്ക് GI ടാഗ് ലഭിച്ചതുമായി ബന്ധപ്പെട്ടതാണ്. കുറച്ചധികം പ്രോഡക്ട്സിന് GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. ഓരോന്ന് ഏതാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് കട്ടക് രൂപ താരകാശി. ഇതൊരു സിൽവർ കൊണ്ടുള്ളൊരു ചിത്രപ്പണിയാണ്. ഓക്കെ, ഒഡീഷയിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിനാണ് GI ടാഗ് ലഭിച്ചിട്ടുള്ളത്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് ബംഗളൂർ മസ്ലിൻ, അതായത് ഒരു ഹാൻഡ്ലൂം ക്രാഫ്റ്റ് ആണ്. വെസ്റ്റ് ബംഗാളിലുള്ള ഒരു ഹാൻഡ്ലൂം ക്രാഫ്റ്റ് ആണ്, ഒരു കൈത്തറിയാണ്. ഇതിനും എന്താണ് GI ടാഗ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചു. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് വരുന്ന നർസാപൂർ ക്രോച്ചറ്റ് ലേസ് പ്രോഡക്ട്സ്, ആന്ധ്രാപ്രദേശിലുള്ള ഒരു ലേസ് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ഇത് നമുക്ക് പിക്ചറിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതിനും GI ടാഗ് ലഭിച്ചു. പിന്നെ രത്ലാം റിയവാൻ ലാസൺ, അതൊരു ഗാർലിക് ആണ്, വെളുത്തുള്ളി, മധ്യപ്രദേശിലാണ് ഇതിന്റെ ഒറിജിൻ വരുന്നത്. അതുപോലെ മജോളി മാസ്ക് ആൻഡ് മജോളി മാനസ്ക്രിപ്റ്റ്, ആസാമിലാണ് ഇതിന്റെ ഒറിജിൻ വരുന്നത്. അടുത്തായിട്ട് റിസ ടെക്സ്റ്റൈൽസ്, ത്രിപുരയിലാണ് ഈ ഒരു ടെക്സ്റ്റൈൽ, ഇതിനാണ് ഈ ഒരു വർക്കിനാണ്, ഈ ഒരു ടെക്സ്റ്റൈൽ ഒരുതരം ക്ലോത്ത് ആണ്, അതിനാണ് പിന്നെ ഈ ഒരു GI ടാഗ് ലഭിച്ചിട്ടുള്ളത്. ഹൈദരാബാദ് ലാക്ക് ബാംഗിൾസ് കണ്ടോ, ഹൈദരാബാദിലുള്ള സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഭംഗിയുണ്ട് കാണാൻ അല്ലേ, അത് ആ ഒരു വളക്കാണ് GI ടാഗ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുച്ച് റോഗൻ ക്രാഫ്റ്റ്, ഗുജറാത്തിലുള്ളതാണ് ഈ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇതിനാണ് അടുത്തതായിട്ട് GI ടാഗ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അംബാജി വൈറ്റ് മാർബിൾ, ഗുജറാത്തിലുള്ള അംബാജി വൈറ്റ് മാർബിളിനും എന്താണ് GI ടാഗ് ലഭിച്ചു. അപ്പോൾ ഇനി വീട് പണിയാൻ പോകുന്നവരൊക്കെ ഈ ഒരു മാർബിളൊക്കെ ഉപയോഗിച്ച് വീടൊക്കെ പണിയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇത് ഈ പ്രൊഡക്റ്റിന് GI ടാഗ് ഒക്കെ ലഭിച്ചതാണ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കാണ് GI ടാഗ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു കാര്യം ഈ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്, അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ഏതൊക്കെ പ്രോഡക്ട്സിനാണ് ലഭിച്ചത്, അത് ഏതൊക്കെ സംസ്ഥാനത്താണ് ഉള്ളത്, അതിൻ്റെ ഒറിജിൻ ഏതൊക്കെ സംസ്ഥാനത്താണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കാരണം മാറിപ്പോകരുത്. ഒരുപാട് പ്രോഡക്ട്സിന് പിന്നെ GI ടാഗ് ഒക്കെ ലഭിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അടുത്ത ഇന്റർനാഷണൽ വുമൻസ് ഡേ 2024. ഓക്കെ, ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് മാർച്ച് 8-നാണ്. ഓക്കെ, 2024 മാർച്ച് 8-നാണ് ഇന്റർനാഷണൽ വുമൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. അതായത് പ്രധാനമായിട്ടും ജെൻഡർ ഇക്വാളിറ്റി, ഈ വർഷത്തെ തീം എന്താണ്? ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സലറേറ്റ് പ്രോഗ്രസ്, അതായത് വുമൻസിന്റെ പ്രോഗ്രസ് ആണ്, ജെൻഡർ ഇക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വർഷത്തെ വുമൻസ് ഡേ, ഇന്റർനാഷണൽ വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്ത്. അതായത് ഒരു വുമൻസിന് എന്താണ് എക്കണോമിക് എംപവർമെന്റ് ആവശ്യമാണ്, സോഷ്യൽ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ എംപവർമെന്റ് ആവശ്യമാണ്. അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് എൻഹാൻസ് ചെയ്യുക, ഒരു അവയർനെസ് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്
ഈ ഒരു വുമൻസ് ഡേ ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്റർനാഷണൽ വുമൻസ് ഡേ എന്നാണ് അത് സെലിബ്രേറ്റ് ചെയ്തത്? അത് 1911 ഏതൊക്കെ രാജ്യങ്ങളാണ്? ഓസ്ട്രിയ, അതുപോലെ ഡെൻമാർക്ക്, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ് ആണ് ഇത് ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നീട് എല്ലാ രാജ്യങ്ങളും എന്താണ് ഇന്റർനാഷണൽ ഈ ഒരു വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അടുത്ത നമ്മൾ നോക്കുന്നത് ഇന്റർനാഷണൽ ഡേ ഫോർ വുമൺ ജഡ്ജസ് ആണ്. അതായത് അത് സെലിബ്രേറ്റ് ചെയ്തത് മാർച്ച് 10-നാണ്. അതായത് ജുഡീഷ്യൽ സ്ഫിയറിൽ ഈ സ്ത്രീകളുടെ ഒരു ഇമ്പോർട്ടൻസ്, ആ ഒരു പങ്കാളിത്തം എൻഹാൻസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് മാർച്ച് 10-ന് ഇന്റർനാഷണൽ വുമൻസ് ജഡ്ജസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഓക്കെ, ഈ വർഷത്തെ തീം എന്തായിരുന്നു? വുമൺ ഇൻ ജസ്റ്റിസ്, വുമൺ ഫോർ ജസ്റ്റിസ്. അതായത് ഈ ഒരു ജുഡീഷ്യൽ ഫീൽഡിലും വുമൺ എന്താണ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ കിട്ടണം എന്ന ഉദ്ദേശമാണ് ഈ ഒരു ഡേയുടെ പ്രധാനമായ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ഇതിന്റെ 19ാമത്തെ ഫൗണ്ടേഷൻ ഡേ ആയിരുന്നു, മാർച്ച് 12-നായിരുന്നു. ഇത് 2007-ലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 19ാമത്തെ ഫൗണ്ടേഷൻ ഡേ ആയിരുന്നു. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ NCPCയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? പ്രിയങ്ക കാനൂൻഗോ ആണ്. അതുപോലെ തന്നെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് 2007-ലാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതായത് ആ ഒരു ആക്ട് ഓഫ് പാർലമെന്റ്, പാർലമെന്റിൽ ഒരു ആക്ട് പാസ്സാക്കി അങ്ങനെയാണ് ഇത് NCPC എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതായത് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ടിന്റെ 2005-ലെ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ടിന്റെ അണ്ടറിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 2007-ലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതായത് പ്രധാനമായും കുട്ടികളുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു NCPC എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾ എന്ന് പറയുമ്പോൾ അതായത് 0 to 18 years വരെയുള്ള ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് അവർ ചൈൽഡായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, വേൾഡ് കിഡ്നി ഡേ 2024-ലെ വേൾഡ് കിഡ്നി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തത് മാർച്ച് 14-നാണ്. അതായത് കിഡ്നിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള അവയർനെസ് എൻഹാൻസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് മാർച്ച് 14-ന് വേൾഡ് കിഡ്നി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതായത് എല്ലാവർക്കും എന്താണ് നല്ല രീതിയിലുള്ള കിഡ്നി ട്രീറ്റ്മെന്റ് ലഭിക്കുക, കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അവയർനെസ് കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ കഴിക്കണം, ഫുഡ്സ് എന്തൊക്കെ കഴിക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഒരു കിഡ്നി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്ത ഇന്റർനാഷണൽ ഡേ ഫോർ ആക്ഷൻ ഫോർ റിവേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതായത് പുഴകളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് റിവേഴ്സ് ഡേ ആയിട്ട് ഇന്റർനാഷണൽ റിവേഴ്സ് ഡേ ആയിട്ടും സെലിബ്രേറ്റ് ചെയ്തത് മാർച്ച് 14-നാണ്. എന്തായിരുന്നു ഈ വർഷത്തെ തീമായിട്ട് വരുന്നത്? വാട്ടർ ഫോർ ഓൾ. ഓക്കെ, വാട്ടർ ഫോർ ഓൾ, അതായത് എല്ലാ വ്യക്തികൾക്കും ക്ലീൻ ആയിട്ടുള്ള വാട്ടർ കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ വർഷവും ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്തത്. ഇപ്പൊ വാട്ടറിന്റെ ഇമ്പോർട്ടൻസ് ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതായത് നല്ല ഹൈജീൻ ആയിട്ടുള്ള വാട്ടർ എന്ന് പറയുന്നത് എല്ലാവരുടെയും അവകാശം തന്നെയാണ്. അപ്പോൾ റിവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതിനെ മലിനപ്പെടാതെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും ആരുടെ കർത്തവ്യമാണ്? അത് നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് എന്നുള്ളൊരു കാര്യവും നമ്മൾ എന്താണ് ഈ ഒരു ടൈമിൽ ഓർക്കുക. വളരെ കുറച്ച് ടോപ്പിക്ക് മാത്രമേ ഞാനൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ വളരെ കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് നിങ്ങൾ ഇതിനെ കാണുക, പഠിക്കുക. കാരണം നമ്മൾ കൃത്യമായി ഇങ്ങനെ അനലൈസ് ചെയ്ത് ഒരു എക്സാം പെർസ്പെക്റ്റീവിൽ ടോപ്പിക്സും അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ തരുന്നതുകൊണ്ടാണ് 5-ൽ ഒരാൾക്ക് ഒരു സർക്കാർ ജോലി ഉറപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്. ഞങ്ങളുടെ റിസൾട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റീസെൻ്റ്ലി ഈ പറയുന്ന പോലെ തന്നെ കമ്പനി ബോർഡ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും റാങ്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി നമ്മുടെ ക്ലാസ്സുകൾ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ അത് കമൻസിൽ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ വീണ്ടും കുറച്ചധികം കറണ്ട് അഫയേഴ്സ് ഫാക്ട്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു.